ഹിജറ 3-ാം നൂറ്റാണ്ട് വരെ, അഥവാ നബി തങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ താബികളുടെ കാലത്തോ തമിഴ് താബികളുടെ കാലത്തോ മദ്ഹബിന്റെ ഇമാമുമാരെ അറിയപ്പെടുന്ന അയിമ്മത്തുൽ അർബയുടെ കാലഘട്ടത്തിലോ പോലും നബിദിനാഘോഷം എന്നൊരു രീതി ഇല്ല എന്നുള്ളത് നമ്മൾ രണ്ടു കൂട്ടരും തർക്കമില്ലാതെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഹിജറ 300-ക്ക് ശേഷം ഷിയാക്കൾ ഫാത്തിമിയാക്കളാണ് ലോകത്താദ്യമായി ഇത്തരമൊരു ആഘോഷത്തിന് തുടക്കമിട്ടത് എന്ന വിഷയത്തിലും നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് വ്യത്യസ്തങ്ങളായ എഴുത്തുകളിലൂടെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. വിശുദ്ധ ഖുർആനിലോ പ്രവാചക അധ്യാപനങ്ങളിലോ തെളിവുണ്ടാകുമ്പോഴാണല്ലോ ഒരു കാര്യം ദീനിൽ അടിസ്ഥാനമായി ഇബാദത്തായി മാറുന്നത്. എന്നാൽ അങ്ങനെ പ്രമാണങ്ങൾ പരിചയമില്ലാത്തതും ആദ്യ തലമുറകൾ ആഘോഷിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം പിന്നീട് ഷിയാക്കൾ ആരംഭിച്ച, അതിനുശേഷം 150 കൊല്ലത്തോളം കഴിഞ്ഞിട്ട് സൂഫിയായ മുല്ല ഉമർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം പിന്നീട് ഏറ്റെടുത്ത, അതിനുശേഷം ഹിജറ 600-കളിൽ വഫാത്തായ മുദഫർ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് തൻ്റെ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി മാത്രം നടപ്പിലാക്കിയൊരു കാര്യം. അതിനുശേഷം പിന്നീട് അനുകൂലിച്ച പണ്ഡിതന്മാരുണ്ട്, പ്രതികൂലിച്ച പണ്ഡിതന്മാരുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്താണെങ്കിലും ഈ പ്രമാണങ്ങൾക്ക് പരിചയമില്ലാത്തതും ആദ്യ തലമുറകൾക്ക് പരിചയമില്ലാത്തതും അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ നേതാക്കന്മാരാരും ആദ്യ നൂറ്റാണ്ടുകളിൽ കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്തതുമായ ഒരാഘോഷം എങ്ങനെയാണ് പിന്നെ ഇസ്ലാമിൽ ഉണ്ടാവുക എന്നത് ഏതൊരാൾക്കും ആലോചിച്ച കൃത്യമായി ബോധ്യമാകുന്ന കാര്യം തന്നെയാണ്. ഇനി അതിന് ആയത്തുണ്ട്, ഹദീസുണ്ട് എന്ന് വല്ലവനും വാദിക്കുന്നുവെങ്കിൽ, അഥവാ 300 വരെ ഇല്ലാത്തൊരാചാരം, ഷിയാക്കൾ ആരംഭിച്ചൊരാചാരം, 600-കൾ മുദഫർ രാജാവ് ഏറ്റെടുത്തൊരാചാരം, അതിന് ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട് എന്ന് വല്ലവനുമൊക്കെ വാദിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ ആ ആയത്തുകളും ഹദീസുകളും ഒന്നും സ്വഹാബിമാരും താബിഈങ്ങളും തമിഴ് താബികളുമായ ആളുകൾക്ക് മനസ്സിലായില്ല എന്നോ, മനസ്സിലായിട്ടും അവർ അത് പ്രാവർത്തികമാക്കിയില്ലോ എന്നോ ആണല്ലോ. നഅൂദുബില്ല, അവരെക്കുറിച്ച് അങ്ങനെ പറയാൻ നമുക്ക് നിർവാഹമില്ല. കാരണം സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്ത് ഞങ്ങൾ അമൽ ചെയ്യുമായിരുന്നു, ശേഷമാണ് അടുത്ത 10ലേക്ക് പോവുക, പിന്നീട് അത് അമൽ ചെയ്യും, ശേഷം അടുത്ത 10ലേക്ക് പോകും. അതുകൊണ്ട് ഫതഅല്ലംനൽ ഖുർആന വൽ അമല ബിഹി ജമീഅ, ഞങ്ങൾ ഖുർആൻ പഠിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഖുർആൻ പ്രകാരം അമൽ ചെയ്യാനും പഠിഞ്ഞുവെന്നാണല്ലോ സ്വഹാബിമാർ നമ്മെ പഠിപ്പിച്ചത്. എങ്കിൽ അവരാരും പഠിച്ചിട്ടില്ലാത്ത ഒന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട്, ഹദീസുകൾ വെച്ചുകൊണ്ട് ഒരാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവിടെ ആയത്തുകൾക്ക് ഹദീസുകൾക്ക് സ്വന്തമായി വ്യാഖ്യാനം നൽകിയതാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ്.